ഗാസയിലെ റഫയ്ക്ക് സമീപമുള്ള ടണലുകളിൽ കുടുങ്ങപ്പെട്ട 200-ലധികം വരുന്ന അൽ ഖസം ബ്രിഗേഡിന്റെ ഹമാസിന്റെ ഭീകരവാദികൾ ആയുധങ്ങൾ വച്ച് കീഴടങ്ങാൻ വിസമ്മതിച്ചു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഗാസയിൽ നിന്നും പുറത്തു വരുന്നത്. ആയുധം വച്ച് കീഴടങ്ങിയാൽ ജീവനോടെ പിടികൂടാമെന്ന ഇസ്രായേലിന്റെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ബങ്കറുകളിൽ ടണലുകളിൽ കുടുങ്ങിയ ഹമാസ് ഭീകരന്മാർ. 200-ലധികം ഭീകരന്മാരാണ് റഫയ്ക്ക് സമീപമുള്ള ഭൂഗർഭ ടണലുകളിൽ ഇതിനകം കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ വിട്ടയക്കണമെന്നും ജീവനോടെ ഇവരെ മറ്റ് നാടുകളിലേക്ക് കടത്തണമെന്നും ഖത്തറും അമേരിക്കയും അടക്കം നിരന്തരമായി ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ആകട്ടെ ഈ ടണലുകളിലിട്ട് ഈ ഭീകരന്മാരെ തീർക്കണമെന്ന നിർദ്ദേശമാണ് സൈന്യത്തിന് നൽകിയത്. അതിനിടയിലും ഒരവസരം കൂടി നൽകണമെന്ന അമേരിക്കയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിൽ നിന്നുള്ള മധ്യസ്ഥർ ഈ ടണലുകളിൽ കഴിയുന്ന ഹമാസ് ഭീകരന്മാരെ ബന്ധപ്പെടുകയും ഇവരോട് ആയുധങ്ങൾ പൂർണ്ണമായും വച്ച് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങാനും ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം അൽ ഖസം ബ്രിഗേഡിന്റെ ഈ ഭീകരന്മാർ നൽകിയ മറുപടി, തങ്ങൾ ഒരിക്കലും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങില്ല, ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് പകരം മരിക്കുന്നതാണ് നല്ലത്, അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നും ഇവർ വ്യക്തമാക്കി. എന്തായാലും അൽ ഖസം ബ്രിഗേഡിന്റെ ഈ കൊടും ഭീകരന്മാരെ ബങ്കറിനുള്ളിലിട്ട് തീർക്കാൻ തന്നെയാണ് ഇസ്രായേലി സേനയുടെ ഇപ്പോഴത്തെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, അതുപോലെ IDF-ന്റെ തലവൻ, മൊസാദിന്റെ തലവൻ തുടങ്ങിയവരൊക്കെ ഉൾപ്പെട്ട സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേർന്നത്. ആ സെക്യൂരിറ്റി ക്യാബിനറ്റിലാണ് നിർണായകമായ ഈ ചോദ്യം ഉയർന്നത്. ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന 200-ഓളം വരുന്ന ഹമാസിന്റെ ഭീകരന്മാരെ വിട്ടയക്കണമോ വേണ്ടയോ? ആ ഹമാസിന്റെ ഭീകരന്മാരെ വിട്ടയക്കാൻ വേണ്ടി ഈജിപ്തും ഖത്തറും അമേരിക്കയും അടക്കം ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് ഇസ്രായേലി സൈന്യം സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യമുയർന്നു. ഈ സമയത്ത് തന്നെ പെൺകുട്ടികളെ നിരവധി തവണ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ ക്രൂരത, ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഈ കൊടും ഭീകരന്മാരെ ബങ്കറുകൾക്കുള്ളിലിട്ട് കൊല്ലണമെന്നാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ നിലപാടിനെ ഇസ്രായേൽ ഭരണകൂടം അംഗീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ റഫയ്ക്ക് സമീപമുള്ള ഈ ബങ്കറുകൾക്ക് ചുറ്റും വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ വിന്യസിക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തത്. അതിനിടയിലാണ് വീണ്ടും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥർ ഒരിക്കൽ കൂടി ഇടപെട്ടത്. ഹമാസ് നേതൃത്വം, ദോഹയിൽ കഴിയുന്ന ഹമാസിന്റെ രാഷ്ട്രീയകാരി സമിതിയും ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വവും നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഖത്തർ വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കയുമായി ബന്ധപ്പെടുന്നു. അമേരിക്ക മധ്യസ്ഥരെ ഗാസയിലേക്ക് അയക്കുന്നു. ആ മധ്യസ്ഥരുടെ ഇടപെടലിലും ആയുധങ്ങൾ താഴെ വയ്ക്കാൻ ഹമാസിന്റെ ഭീകരന്മാർ തയ്യാറാകുന്നില്ല എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത്തരത്തിൽ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങാൻ തയ്യാറല്ല എങ്കിൽ ഹമാസിനെ ആ ബങ്കറിലിട്ട് തീർക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 10-നാണ് വെടിനിർത്തൽ കരാർ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ പ്രാബല്യത്തിൽ വന്നത്. ആ വെടിനിർത്തൽ കരാർ പ്രകാരം ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന 20 ബന്ദികളെ ഉടനടി വിട്ടയക്കാമെന്നും 28 ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടയക്കാമെന്നുമാണ് ഹമാസ് സമ്മതിച്ചത്. എന്നാൽ ഇതുവരെ 11 ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടയക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഹമാസ് ഭീകരന്മാർ. 17 ബന്ദികളുടെ മൃതശരീരങ്ങൾ മാത്രമാണ് വിട്ടയച്ചിട്ടുള്ളത്. ഇനിയും ബന്ദികളെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ബന്ദികളുടെ മൃതശരീരങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിന് കൂടുതൽ ആധുനികമായ ഉപകരണങ്ങൾ വേണമെന്നുമാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധന. ഇത് അംഗീകരിക്കാൻ ഇസ്രായേൽ ഒരിക്കലും തയ്യാറല്ല. നിലവിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർ ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഇസ്രായേലി സേന തന്നെ ബന്ദികളുടെ മൃതശരീരങ്ങൾ കണ്ടെത്തിക്കൊള്ളാമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പോംവഴി. എന്നാൽ ഇതിനെ ഹമാസ് അംഗീകരിക്കുന്നില്ല. അതിനിടയിലാണ് ഗാസയിലെ ബങ്കറുകൾ, അതായത് ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഗാസയിലെ ഭൂഗർഭ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വമ്പൻ റെയ്ഡുകളും ഓപ്പറേഷനും ഇസ്രായേലി സേന ആരംഭിച്ചത്. ആ റെയ്ഡിലും ഓപ്പറേഷനിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ബങ്കറുകൾ ഗാസയ്ക്ക് സമീപം ഇസ്രായേലി സേന പൂർണ്ണമായി ലോക്ക് ചെയ്തത്. ഈ ബങ്കറുകൾക്കുള്ളിൽ 200 മുതൽ 300 വരെ ഹമാസ് ഭീകരന്മാർ ജീവനോടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവരെ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള നേതാക്കന്മാർ ഈ അവശേഷിക്കുന്ന
ഹമാസ് ഭീകരന്മാരെ ജീവനോടെ പുറത്തെത്തിക്കണമെന്നുള്ള ചിന്താഗതിക്കാരാണ്. ഇവരെ എങ്ങനെയെങ്കിലും ജീവനോടെ പുറത്തെത്തിക്കുകയും അവരെ ഗാസയ്ക്ക് പുറത്തുള്ള ഖത്തറോ ഈജിപ്റ്റോ തുർക്കിയോ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുക. കാരണം ഇനി 200-300 ഹമാസ് ഭീകരന്മാർ മാത്രമേ ഗാസയിൽ ജീവനോടെ അവശേഷിക്കുന്നുള്ളൂ. അവരെയെങ്കിലും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഹമാസ് എന്ന സംഘടന പരിപൂർണമായും ഗാസയിൽ ഇല്ലാതാകും. പിന്നീട് ഗാസയിൽ ഹമാസിന്റെ പുനർനിർമ്മാണം ഉടനടിയൊന്നും നടക്കില്ല എന്നുള്ളത് ഹമാസിന്റെ നേതൃത്വത്തിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഹമാസ് ഭീകരന്മാരെ ഒരിക്കലും കൊലപ്പെടുത്തരുത് എന്ന ആവശ്യം ഹമാസിന്റെ നേതൃത്വം ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിനെ ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഈ കൊടും ഭീകരന്മാരെ ബങ്കറുകൾക്കുള്ളിലിട്ട് തീർക്കാനാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള നീക്കം ഇസ്രായേൽ നടത്തുകയാണ്. ബങ്കറുകൾക്കുള്ളിൽ ഭീകരന്മാരുടെ നിലവിളി ഉയരുകയാണ്. ഹമാസ് ഭീകരന്മാരെ ബങ്കറുകൾക്കുള്ളിലിട്ട് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. ഹമാസിന്റെ ഭീകരന്മാർ തയ്യാറാകുന്നില്ല എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത്തരത്തിൽ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങാൻ തയ്യാറല്ല എങ്കിൽ ഹമാസിനെ ആ ബങ്കറിലിട്ട് തീർക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ പ്രാബല്യത്തിൽ വന്നത്. ആ വെടിനിർത്തൽ കരാർ പ്രകാരം ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന 20 ബന്ദികളെ ഉടനടി വിട്ടയക്കാമെന്നും 28 ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടയക്കാമെന്നുമാണ് ഹമാസ് സമ്മതിച്ചത്. എന്നാൽ ഇതുവരെ 11 ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടയക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഹമാസ് ഭീകരന്മാർ. 17 ബന്ദികളുടെ മൃതശരീരങ്ങൾ മാത്രമാണ് വിട്ടയച്ചിട്ടുള്ളത്. ഇനിയും ബന്ദികളെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ബന്ദികളുടെ മൃതശരീരങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിന് കൂടുതൽ ആധുനികമായ ഉപകരണങ്ങൾ വേണമെന്നുമാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധന. ഇത് അംഗീകരിക്കാൻ ഇസ്രായേൽ ഒരിക്കലും തയ്യാറല്ല. നിലവിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർ ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഇസ്രായേലി സേന തന്നെ ബന്ദികളുടെ മൃതശരീരങ്ങൾ കണ്ടെത്തിക്കൊള്ളാമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പോംവഴി. 200-ലധികം ഭീകരന്മാരാണ് റഫയ്ക്ക് സമീപമുള്ള ഭൂഗർഭ ടണലുകളിൽ ഇതിനകം കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ വിട്ടയക്കണമെന്നും ജീവനോടെ ഇവരെ മറ്റ് നാടുകളിലേക്ക് കടത്തണമെന്നും ഖത്തറും അമേരിക്കയും അടക്കം നിരന്തരമായി ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ആകട്ടെ ഈ ടണലുകളിലിട്ട് ഈ ഭീകരന്മാരെ തീർക്കണമെന്ന നിർദ്ദേശമാണ് സൈന്യത്തിന് നൽകിയത്. അതിനിടയിലും ഒരവസരം കൂടി നൽകണമെന്ന അമേരിക്കയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിൽ നിന്നുള്ള മധ്യസ്ഥർ ഈ ടണലുകളിൽ കഴിയുന്ന ഹമാസ് ഭീകരന്മാരെ ബന്ധപ്പെടുകയും ഇവരോട് ആയുധങ്ങൾ പൂർണ്ണമായും വെച്ച് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങാനും ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം അൽ-ഖസം ബ്രിഗേഡിന്റെ ഈ ഭീകരന്മാർ നൽകിയ മറുപടി തങ്ങൾ ഒരിക്കലും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങില്ല, ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് പകരം മരിക്കുന്നതാണ് നല്ലത്, അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നും ഇവർ വ്യക്തമാക്കി. ഹമാസിന്റെ ഭീകരന്മാർ തയ്യാറാകുന്നില്ല എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത്തരത്തിൽ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങാൻ തയ്യാറല്ല എങ്കിൽ ഹമാസിനെ ആ ബങ്കറിലിട്ട് തീർക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ പ്രാബല്യത്തിൽ വന്നത്. ആ വെടിനിർത്തൽ കരാർ പ്രകാരം ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന 20 ബന്ദികളെ ഉടനടി വിട്ടയക്കാമെന്നും 28 ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടയക്കാമെന്നുമാണ് ഹമാസ് സമ്മതിച്ചത്. എന്നാൽ ഇതുവരെ 11 ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടയക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഹമാസ് ഭീകരന്മാർ. 17 ബന്ദികളുടെ മൃതശരീരങ്ങൾ മാത്രമാണ് വിട്ടയച്ചിട്ടുള്ളത്. ഇനിയും ബന്ദികളെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ബന്ദികളുടെ മൃതശരീരങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിന് കൂടുതൽ ആധുനികമായ ഉപകരണങ്ങൾ വേണമെന്നുമാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധന. ഇത് അംഗീകരിക്കാൻ ഇസ്രായേൽ ഒരിക്കലും തയ്യാറല്ല. നിലവിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർ ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഇസ്രായേലി സേന തന്നെ ബന്ദികളുടെ മൃതശരീരങ്ങൾ കണ്ടെത്തിക്കൊള്ളാമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പോംവഴി. 200-ലധികം ഭീകരന്മാരാണ് റഫയ്ക്ക് സമീപമുള്ള ഭൂഗർഭ ടണലുകളിൽ ഇതിനകം കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ വിട്ടയക്കണമെന്നും ജീവനോടെ ഇവരെ മറ്റ് നാടുകളിലേക്ക് കടത്തണമെന്നും ഖത്തറും അമേരിക്കയും അടക്കം നിരന്തരമായി ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ആകട്ടെ ഈ ടണലുകളിലിട്ട് ഈ ഭീകരന്മാരെ തീർക്കണമെന്ന നിർദ്ദേശമാണ് സൈന്യത്തിന് നൽകിയത്. അതിനിടയിലും ഒരവസരം കൂടി നൽകണമെന്ന അമേരിക്കയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിൽ നിന്നുള്ള മധ്യസ്ഥർ ഈ ടണലുകളിൽ കഴിയുന്ന ഹമാസ് ഭീകരന്മാരെ ബന്ധപ്പെടുകയും ഇവരോട് ആയുധങ്ങൾ പൂർണ്ണമായും വെച്ച് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങാനും ആവശ്യപ്പെടുകയുണ്ടായി.
അതേസമയം അൽ-ഖസം ബ്രിഗേഡിന്റെ ഈ ഭീകരന്മാർ നൽകിയ മറുപടി, തങ്ങൾ ഒരിക്കലും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങില്ല, ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് പകരം മരിക്കുന്നതാണ് നല്ലത്, അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നും ഇവർ വ്യക്തമാക്കി.